ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്യൂട്ടി വേൾഡ് വിത്ത് ജീന. അപ്പോൾ ഇന്ന് നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് പൊട്ടിച്ച് നോക്കാൻ പോവാണ്. ഇതെന്താ ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റോറേജ് ബോക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതപ്പോൾ എത്തിയിട്ടുണ്ട്. നമുക്കത് പൊട്ടിച്ച് നോക്കാം. എങ്ങനെയുണ്ട് എന്താണെന്നൊന്നും അറിയില്ല. നമുക്കത് സെറ്റ് ചെയ്യാനും ഉണ്ട്. എല്ലാം കുറേ കഷ്ണങ്ങളായിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് ഓരോന്നായിട്ട് പുറത്ത് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടികൾ നോക്കാം. ഓരോന്നെടുക്കുമ്പോഴും എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവണില്ല. എന്നാലും നോക്കി നോക്കാം. അപ്പൊ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിന്റെ മാനുവൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പൊ നമ്മളത് നോക്കിയിട്ടാണ് സെറ്റ് ചെയ്യാൻ തുടങ്ങിയത്. വലിയ കാര്യമായിട്ടൊന്നും നോക്കിയില്ല. ഏകദേശം കണ്ട രൂപത്തില് വേഗം സെറ്റ് ചെയ്യാന്നുള്ള പരിപാടി തുടങ്ങി. പിന്നെ എല്ലാ കാര്യത്തിലും കുറച്ച് എടുത്തുചാട്ടം കൂടുതലാ. അതെന്താന്നുള്ളത് ഈ വീഡിയോയിൽ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. താഴെയുള്ള ആ ലോബ് വയ്ക്കാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ താഴെയുള്ള ഭാഗം ഒരു വിധത്തിലങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താന്നുള്ളത് നോക്കിയിട്ട് വേണം. എല്ലാം ഒരേ കളറിൽ ഒരേപോലെ ഇരിക്കണോണ്ടൊന്നും മനസ്സിലാവണില്ല. ഇവർക്കിത് മലയാളത്തിൽ എഴുതി വെച്ചുകൂടെ എന്നാണ് ഞാൻ ആലോചിക്കണത്. സെറ്റെല്ലാം മനസ്സിലായി. ഇതൊന്നും അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. വീണ്ടും എടുത്ത് ചെക്ക് ചെയ്യാണ്. എപ്പോഴും പെട്ടെന്ന് എല്ലാം മനസ്സിലായെന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യണത്. അടുത്ത ഇത് തന്നെ ആയിരിക്കും. ഇത് ഈ ഒരെണ്ണം മാത്രമല്ല, എന്തോ അഞ്ച് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. താഴെ ചെയ്ത അതേ സ്റ്റെപ്പുകൾ മുകളിലുണ്ടായിരുന്നു.
5:30 ഞാൻ കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത്. കുറച്ച് സാധനങ്ങളൊക്കെ ബാക്കിയുണ്ട്, അത് എക്സ്ട്രാ തന്നായിരിക്കും വിചാരിച്ചു. എന്നിട്ട് അതിന്റെ അടപ്പൊക്കെ ഇട്ടു. പിന്നീടാണ് മനസ്സിലായത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. അങ്ങനെ നമ്മൾ അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് കൂടെ വെക്കാൻ തുടങ്ങി. അതും കൂടെ വെച്ച് അവസാനിപ്പിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇതിന്റെ ലാസ്റ്റ് ടോപ്പും കൂടെ വെച്ചു. അത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത്. ഓ, കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ആ കവർ കണ്ടത്. അപ്പൊ അത് മനസ്സിലായി അതിന്റെ ഡോറുകളാണ്. അപ്പൊ അത് വെക്കല്ലേ വേണ്ട, എല്ലാത്തിനും കൂടെ അത് വെക്കല്ലേ വേണ്ടോ എന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴാണ് നമുക്ക് ആ സത്യം മനസ്സിലായത്. ഇത് നമ്മളിത് ഫുള്ളയച്ച് പണിയേണ്ടിയിരിക്കുന്നു. ഇതെന്ത് ചെയ്തിട്ട് വയ്ക്കാൻ പറ്റണില്ല, പണി വാളി മോളെ. പിന്നീട് ചിന്തിച്ച് ഇത്ര നേരം കഷ്ടപ്പെട്ടല്ലേ, ഇത് ഇങ്ങനെ തന്നെ വെച്ചാലോ എന്നൊക്കെ. പക്ഷെ ഇത് വെറുതെ ആയി പോവില്ലേ. അങ്ങനെ നമ്മൾ ആദ്യം അത് അയച്ചു പണിയാൻ തുടങ്ങി. ഇതെങ്ങനെ വെക്കാന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രം ഒന്ന് അയച്ചു വെച്ച് നോക്കാന്ന് വിചാരിച്ചു. അപ്പോഴേക്കും എനിക്ക് ദേഷ്യം വന്ന് തയ്ക്കാനും കിട്ടണില്ല. ഇത് കണ്ട് അവിടെ ഇരുന്ന് ഓരോരുത്തരോരോന്നും പറയണൊക്കെ ഉണ്ട്. അവർക്കത് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാ മതിയല്ലോ. ഞാൻ പക്ഷെ തളരാനൊന്നും നിന്നില്ല. സാധനം സെറ്റായി. ഇതാദ്യം ആ മാനുവൽ ഒന്ന് കറക്റ്റ് വായിച്ച് മനസ്സിലാക്കിയെങ്കിൽ ഓർത്തുപോയി. ഇനിയിപ്പോ വേറെ വഴിയൊന്നുമില്ല. ഇത് ആദ്യം പുതിയ അയച്ച് ആദ്യം മുതലേ വെച്ച് തുടങ്ങണം. അങ്ങനെ നമ്മുടെ ഡോറ് സെറ്റായി ഗൈസ്. പക്ഷെ എന്താ കാര്യം, ഇതേപോലെ വെക്കാൻ ഇനിയെല്ലാം ഊരിയെടുക്കണ്ടേ? നമുക്കത് ഊരാം. അവിടെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കയോ. പക്ഷെ തളരില്ല രാമൻകുട്ടി.
അങ്ങനെ വീണ്ടും നമ്മൾ അടുത്ത സത്യം മനസ്സിലാക്കിയിരിക്കുകയാണ് ഗൈസ്. ഇതിന്റെ ഒരു ഇതും കൂടെ ഊരിയാലാണ് ഈ ഡോറ് വെക്കാൻ പറ്റുള്ളൂ. അത് ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ അത് ഒരുമിച്ച് ഊരിയാൽ മതിയായിരുന്നു. അതിന്റെ ഇടയിൽ എന്റെ മോൻ വന്ന് എന്തൊക്കെയോ പറയണുണ്ട്. ഈ ഫിറ്റ് ചെയ്ത് വെച്ചതൊക്കെ അങ്ങോട്ട് ഊരിയെടുക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. എന്ത് ചെയ്യാനാ, പണി പാളി. ഇനി അത് ചെയ്ത് തീർക്കന്നെ. ഇടയ്ക്കിടയ്ക്ക് പണിപാളുണ്ടല്ലോ. പിന്നെ ഒരു ഇതില് ഡോറ് വെക്കാൻ മറന്നു, പിന്നെയും ഫസ്റ്റത്തെ ഊരി, പിന്നെ ഡോറ് വെച്ച് വീണ്ടും ഫിറ്റ് ചെയ്ത്. ഇന്ന് എനിക്ക് നല്ല ദിവസം. അങ്ങനെ നമ്മള് ലാസ്റ്റ് ടോപ്പും കൂടെ വെച്ച് ഡോറുകളൊക്കെ സെറ്റ് ചെയ്ത്. എനിക്കെന്തോ കീഴടക്കിയൊരു ഫീലിംഗ് ആണ്. അങ്ങനെ അതൊക്കെ സെറ്റായില്ലേന്ന് ഒന്നും കൂടെ ചെക്ക് ചെയ്തു. എങ്ങനെയുണ്ട്? നൈസ് അല്ലേ? ഇതടയ്ക്കാനൊക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം അതങ്ങോട്ട് സെറ്റായി. ഇനി ഇതിൽ സാധനങ്ങളൊക്കെ നിറച്ച് വെക്കണം. അങ്ങനെ എല്ലാം നമ്മുടെ ഒരു വിധത്തിൽ സെറ്റായി. അങ്ങനെ ആ സെറ്റായ സന്തോഷത്തില് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.